നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ ഗുരുസന്നിധിയുടെ 43-ാം വാർഷിക മഹോത്സവം ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ ഗുരുസന്നിധിയുടെ 43-ാം വാർഷിക മഹോത്സവം ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് ശേഷം വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രീനാരായണ സന്നിധിയാണ് പാനൂർ ഗുരുസന്നിധി. ആ ഗുരുസന്നിധിയുടെ വാർഷിക മഹോത്സവം പാനൂരിന്റെ ഒരു മഹോത്സവമായിട്ടാണ് ഈ പ്രദേശത്തെ നാട്ടുകാരും ഒരു ജനതയും ഏറ്റെടുത്തത്. വാർഷിക മഹോത്സവം ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പൂജാതി കർമ്മങ്ങളോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. അത് വൈകുന്നേരം 5:30 പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഡിസംബർ 6 വെള്ളിയാഴ്ച വൈകുന്നേരം പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ഗുരുസന്നിധിയിൽ സമാപിക്കുന്ന ഘോഷയാത്ര നടക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ശിവഗിരി മഠം ശ്രീമദ് പ്രേമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ശ്രീകൃഷ്ണ കുചേല എന്ന നാടകം ഉണ്ടായിരിക്കും. ഡിസംബർ 7 ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. ഗുരു നിത്യചൈതന്യയുടെ ശിഷ്യൻ ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് പാനൂർ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് പ്ലസ് അരങ്ങേറും. ഡിസംബർ 8 ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗുരുദർശനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രഭാഷണങ്ങൾ വത്സൻ തില്ലങ്കേരി, ഹരിദാസ് മൊകേരി, KK ധനഞ്ജയൻ എന്നിവർ നിർവഹിക്കുമെന്നും സംഘാടകരായ T പ്രദീപൻ മാസ്റ്റർ, TK നാണു, സജീവൻ ഒതയോത്ത്, AP രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എങ്ങനെയായിരുന്നു ഗുരുസന്നിധിയുടെ ഘോഷയാത്ര പോയിക്കൊണ്ടിരുന്നത്? അതേ ഭംഗിയോടുകൂടി തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ആസൂത്രണം ചെയ്ത് അച്ചടക്കത്തോടു കൂടി പാനൂരിൽ ആഘോഷിക്കുന്നതായിരിക്കും. സമഗ്ര ന്യൂസ് പാനൂർ.